ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടും. പണ്ടുള്ളവർ ഈ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉദ്ദേശിച്ചായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ അതിവേഗം ഉയർച്ചയിലെത്തി നടുവും തല്ലി വീണവർ രാഷ്ട്രീയത്തിൽ ഒട്ടേറെ പേരുണ്ട്. രാഷ്ട്രീയം സ്വപ്നം കാണുന്ന ആരെയും മോഹിപ്പിക്കുന്ന വേഗത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വളർച്ച. 2006 KSU അംഗത്വം എടുത്ത് പാർട്ടി പ്രവർത്തനം ആരംഭിച്ച പത്തനംതിട്ടക്കാരനെ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നത് ഒരു വൈറൽ വീഡിയോയിലൂടെയാണ്. ഓർമ്മയില്ലേ? KSU പ്രകടനത്തിനിടയിൽ കത്തിച്ച കോലത്തിൽ നിന്ന് തീ പടർന്നപ്പോൾ മുണ്ടഴിച്ചിട്ടോടിയ കുട്ടി നേതാവിനെ കേരളത്തിലെ എണ്ണം പറഞ്ഞ സമരനായകൻ എന്ന ഇമേജ് നൽകി ഉയർത്തുന്നത് കേരള പോലീസാണ്. നവകേരള സദസ്സിന് നേരെ ഉയർന്ന പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഇടത് സർക്കാരിന്റെ പോലീസ് നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സമരമായിരുന്നു പശ്ചാത്തലം. സമരത്തിനൊടുവിൽ സംഘം ചേർന്ന് അക്രമം നടത്തി, പൊതുമുതൽ നശിപ്പിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയ കോൺഗ്രസ് നേതാക്കളുടെ പട്ടികയിൽ രാഹുലും ഉണ്ടായിരുന്നു. ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്ന ഗൗരവത്തോടെയാണ് രാഹുലിന്റെ അടൂരിലെ വീട് വളഞ്ഞ് പുലർച്ചെ പോലീസ് ആ യുവ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റും വരിച്ച് ജയിൽവാസവും കഴിഞ്ഞു പുറത്തിറങ്ങിയ രാഹുൽ പൊടുന്നനെ രാഷ്ട്രീയ കേരളത്തിലെ എണ്ണം പറഞ്ഞ നേതാക്കളിൽ ഒരാളായി, യുവാക്കളുടെ ഹീറോയായി. പാലക്കാട് മത്സരിക്കാനെത്തിയപ്പോൾ ആളുകളുടെ ഹൃദയം കീഴടക്കിയ സമരനായകൻ എന്നാണ് VD സതീശൻ പോലും രാഹുലിനെ വിശേഷിപ്പിച്ചത്. നാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന്റെ കൈമുതൽ. ആ ചാട്ടുള്ളിയുടെ പ്രഹരം ഏറ്റുവാങ്ങിയവരിൽ ഇടതു നേതാക്കന്മാരും കോൺഗ്രസിനകത്തെ മുതിർന്ന നേതാക്കളും വരെയുണ്ട്. മുഖം നോക്കാതെ കനിഷ്ഠതയോടെ വെട്ടിത്തുറന്ന അഭിപ്രായം പറയുന്ന നട്ടെല്ലുള്ള നേതാവായി രാഹുൽ മാറുന്നത് അങ്ങനെയാണ്. കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചാനൽ ചർച്ചകളിൽ ഇരുന്നപ്പോൾ ആ വാക്ചാതുര്യം മലയാളികൾ തിരിച്ചറിഞ്ഞു. കേഡർ പാർട്ടികളിലെ പ്രതിയോഗികളുടെ നീട്ടിക്കുറുക്കിയ വാദങ്ങളെ അതിനേക്കാൾ മികച്ച വാക്ചാതുര്യത്തോടെ വ്യക്തതയോടെ രാഹുൽ പ്രതിരോധിച്ചു. പാർട്ടി വിട്ട് BJPയിലേക്ക് കൂടുമാറിയ പത്മജ വേണുഗോപാലിനെ തന്റെ കൊന്ന സന്തതി എന്ന് വിശേഷിപ്പിച്ചതോടെ ആ ചാട്ടുളിയുടെ മൂർച്ച അല്പം കൂടുതലല്ലേ എന്ന് ചോദിച്ചവരിൽ കോൺഗ്രസിനകത്തുള്ളവരും ഉണ്ടായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷാഫിക്ക് ശേഷം അവരോധിക്കപ്പെട്ടതുപോലെ പാലക്കാട് ഷാഫിക്ക് പകരം ആര് എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരുയർന്നപ്പോൾ അതൊരു അധിക യോഗ്യതയായാണ് കോൺഗ്രസിന്റെ യൂത്തന്മാരുടെ സംഘം വിലയിരുത്തിയത്. അടിത്തട്ടിലെ പ്രവർത്തന പരിചയം പോരെന്ന വാദങ്ങളും സരിന്റെ രാജ്യഭീഷണിയും പാർട്ടി വിട്ടിറങ്ങലും ഉൾപ്പെടെയുള്ള എതിർപ്പുകളെയെല്ലാം പ്രായമായവർക്ക് എന്തറിയാം എന്ന മട്ടിൽ പുച്ഛിച്ചു തള്ളിയാണ് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് രാഹുൽ ഇറങ്ങുന്നത്. 2023 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ നേരിടേണ്ടി വന്ന വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദം പ്രതിരോധിച്ച രാഹുലിനാണോ ഇത്തരം വിവാദങ്ങൾ പുത്തരിയാകുന്നത്? വിവാദങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണ കാലം. നീല ട്രോളി ബാഗ് വിവാദം കൊഴുത്തെങ്കിലും ഷാഫിയുടെ സാരഥ്യത്തിൽ സതീശന്റെ അനുഗ്രഹാശിസുകൾ ഏറ്റുവാങ്ങി കരുത്തരായ എതിരാളികളെ കന്യംഗത്തിൽ തന്നെ തറപറ്റിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി അധികാരത്തിലേറി. പിന്നീട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി അറിയാതെ PV അൻവറിന്റെ അടുത്ത് അന്തിച്ചർച്ചയ്ക്ക് രാഹുൽ എത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കപ്പെട്ടതോടെ ചേർത്ത് പിടിച്ച സതീശന്റെ കൈയൊന്നായിരുന്നു. UDF ഒരു ജൂനിയർ നേതാവിനെ ചർച്ചയ്ക്ക് വിടുകയോ എന്ന് ചോദിച്ച് സതീശൻ പോലും കൈമലർത്തി. വീണ്ടും അല്ലറ ചില്ലറ വിവാദങ്ങൾ രാഹുലിന്റെ പേര് ചേർത്ത് കേട്ടു. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അല്പം പണപ്പിരിവും വിവാദങ്ങളും ഇല്ലാതെ എങ്ങനെ എന്ന് ചോദിച്ച് കണ്ണടച്ചവരുടെ കണ്ണ് തള്ളുന്ന രീതിയിലായിരുന്നു അടുത്ത ആരോപണം. നേരും നെറിവുമില്ലാതെ മാനുഷിക മൂല്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ സ്ത്രീകളെ വലവീശി പിടിക്കുന്ന പ്രഡേറ്റർ എന്ന നാണം കെട്ട ആരോപണം. ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ സ്ത്രീ വിഷയത്തിൽ ആരോപണമുയർന്നത് ആദ്യമായല്ല, നടപടികൾ ഉണ്ടാകുന്നതും ആദ്യമായല്ല. പക്ഷേ ഒരു ഹാബിച്വൽ സെക്ഷൽ ഒഫൻഡർ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ നേതാവ് നാണം കെട്ട് പുറത്തു പോകേണ്ടി വന്നത് ഇതാദ്യം. സോഷ്യൽ മീഡിയയിൽ രാഹുലിനെതിരെ ഉയർന്ന അഭ്യൂഹങ്ങൾക്ക് വ്യക്തിപരമെന്ന ആനുകൂല്യം നൽകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് റിനി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നതും ഗർഭചിത്രത്തിന് മറ്റൊരു യുവതിയെ നിർബന്ധിക്കുന്ന ശബ്ദ സന്ദേശം പുറത്തുവരുന്നതും. അതോടെ എതിരാളികൾക്കൊപ്പം സ്വപക്ഷത്ത് തന്നെ അവസരം കാത്തിരുന്നവർ രാഹുലിനെതിരെ അംഗം കുറിച്ചു. കോൺഗ്രസിലെ വനിതാ നേതാക്കൾ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ചു. വനിതാ കമ്മീഷൻ സ്വമേധയാ ഇടപെട്ടു. അവസാന പ്രതിരോധം എന്നോണം ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ വന്ന തെളിവുകൾ നിരത്താൻ ശ്രമിച്ച രാഹുലിന് പഴയ ചാട്ടുളി വേഗം ഉണ്ടായിരുന്നില്ല. അയാളുടെ ശരീരഭാഷ തന്നെ മാറിയിരുന്നു. ചില പ്രവൃത്തികളെ വാക്കുകൾ കൊണ്ട് ന്യായീകരിക്കാനാകില്ല തന്നെ. എന്തായാലും ഒടുവിൽ ചന്ദനം ചാരുന്നവനെ ചന്ദനം മണക്കും, അത് ചന്ദനമല്ലെങ്കിലോ എന്ന ഉൾവിളിയും സതീശനും രാഹുലിനെ കൈവിട്ടതോടെ ഉയർച്ചയുടെ ഉന്നത ശൃംഗങ്ങളിൽ നിന്ന് 9 മാസത്തിനുള്ളിൽ നിലം പതിച്ചിരിക്കുകയാണ് രാഹുൽ. പാർട്ടി പ്രാഥമികാംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുലിന് തിരിച്ചുവരവ് ഇനി അത്ര എളുപ്പമല്ല. കാരണം ഇനി കാത്തിരിക്കുന്നത് ഒരു ചെയിൻ റിയാക്ഷനാണ്.
അതിന്റെ ഫലം കാക്കാൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ കോൺഗ്രസിന് നേരമില്ല. ഒരു ജയസാധ്യത മുന്നിൽ നിൽക്കെ എത്രമേൽ പ്രിയപ്പെട്ടവനെങ്കിലും രാഹുലിനൊപ്പം മുങ്ങിത്താഴാൻ കോൺഗ്രസ് ഒരുക്കമല്ലാത്തത് അതുകൊണ്ടുകൂടി. അത്ര ഉറച്ച ശബ്ദത്തിലല്ലെങ്കിലും തള്ളിപ്പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. രാഹുലിന്റെ പതനം എത്രമേൽ ആഴത്തിലേക്കാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ഇനിയൊരു തിരഞ്ഞെടുപ്പ് കാലം കൂടി കഴിഞ്ഞു പോകേണ്ടതുണ്ട്.